കിടന്നുകൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു ആസനം കന്ദരാസനം. അതിന് വേറൊരു പേര് കൂടി നമ്മൾ പറയാറുണ്ട്, സേതുബന്ധനാസനം എന്ന് പറയും. കിടക്കുക, ഒരു ഭാഗത്ത് ചേർന്ന് കിടക്കുക, കാലുകൾ രണ്ടും മടക്കി വെക്കട്ടെ, കാലിന് അടിഭാഗം അല്പം വിട്ട് വെക്കുക. നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഒക്കെ അകലം തന്നെ. ഇപ്പൂറ്റി ടച്ച് ചെയ്യുക, കൈകൊണ്ട് ഇപ്പൂറ്റി തൊട്ട് വെക്കുക. ഇനി നമ്മുടെ ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് മേൽപോട്ട് ഉയർത്തും. 1 2. ഇത് സാധാരണ മട്ടിൽ ഒരു 5 തവണയൊക്കെ പരിശീലിക്കാം. ഇതിന് പറയുക സേതുബന്ധനാസനം എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് കന്ദരാസനം എന്ന് പറയാറുണ്ട്. കാലുകൾ നീട്ടി വെക്കുക, വിശ്രമാവസ്ഥയിലേക്ക് വരിക. ഇത് നടുവേദനക്കുള്ള ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ആസനമാണ്. നടുവേദന, ഈ ഒരു ആസനം കൃത്യമായൊരു 8 10 തവണ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നടുവേദനയ്ക്ക് വളരെയധികം മാറ്റം വരുത്തും. കന്ദരാസനം.